ഇന്ത്യൻ റിയൽ ഇന്നലെ പറഞ്ഞതുപോലെ 320 രൂപ പവന് കുറഞ്ഞിട്ട് ഇന്ന് രാവിലെയും ഒക്കെ ആയി പറഞ്ഞിട്ട് പവന് 320 രൂപ കുറഞ്ഞ് 37,280 രൂപ ആയി മാറിയിട്ടുണ്ട്. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനും കേൾക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്വർണ്ണവില കുറയുമോ കൂടുമോ എന്നുള്ളത്. ഇന്ന് രാവിലെ മുതൽ സ്വർണ്ണവില ഉയരുന്ന ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത്. ഒരു നിമിഷം പോലും സ്വർണ്ണവില കുറയുന്ന അല്ലെങ്കിൽ തകർന്നടിയുന്ന ഒരു സ്വഭാവവും കാണിച്ചിട്ടില്ല. നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നാണ് പ്രസക്തമായ ചോദ്യം. എല്ലാവരും ചോദിക്കുന്ന കമൻറ്റിലൂടെ ചോദിച്ചതും അതാണ്. നിങ്ങളുടെ കമൻറ്റുകൾക്ക് അനുസൃതമായ മറുപടി പറയണം എന്നാണ് ഇന്ത്യൻ റിയൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരുവിധം കമൻറ്റുകൾക്കൊക്കെ അതിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റുകളിലൂടെ ഓരോ ചോദ്യങ്ങളും ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് സ്വർണ്ണവിലയുടെ അവസ്ഥ നിങ്ങൾ കമൻറ്റ് ചോദിക്കുന്ന സമയത്ത് കമൻറ്റ് ദൃഷ്ടിയിൽപ്പെട്ട ഉടനെ മറുപടി നൽകുന്നതായിരിക്കും. ആ സമയം ഏത് സമയത്തായാലും ആ സമയത്തെ എങ്ങനെ നാളത്തെ സ്വർണ്ണവിലയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ള കറക്റ്റ് വിവരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കുക എന്താകും നാളത്തെ സ്വർണ്ണവില എന്നുള്ളത്. അപ്പോൾ സംശയമുള്ളവർക്ക് അപ്പോൾ തന്നെ മറുപടി നൽകുന്നതാണ്. ഇപ്പോൾ 8 മണിക്കാണ് ഇന്ത്യൻ റിയൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിർണായകമായ 9 മണി കടന്നു വരാനുണ്ട്. 9 മണിക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. 9 മണി 10 മണി സമയത്ത് ലോകത്തിൻ്റെ വിവിധ മാർക്കറ്റുകളിൽ സ്വർണ്ണവില തകർന്നടിക്കുകയോ അല്ലെങ്കിൽ ഉയർന്നു പൊങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള സമയങ്ങളിലും ചെയ്തിട്ടുണ്ട്. എനിവേ ഈ സമയത്തെ ആസ്പദമാക്കി നാളത്തെ സ്വർണ്ണവിലയെ ഇന്ത്യൻ റിയൽ ഒന്ന് വിലയിരുത്തുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഒരേ ഒരു ട്രെൻഡേ കാണിച്ചിട്ടുള്ളൂ, ഒരേ ഒരു ഉയർച്ച തന്നെ കാണിച്ചിട്ടുള്ളൂ. അതൊരു പ്രസക്തമാണ്. അത് വളരെ കുറച്ചുള്ള ഒരു ഭാഗമായിരുന്നെങ്കിൽ പോലും അത് ഒരേ ഒരു ട്രെൻഡേ കാണിച്ചിട്ടുള്ളൂ. ഉയരുന്ന ഒരു ട്രെൻഡാണ്. അതും ഒരു വലിയ ഉയർച്ചയിലേക്ക് പോയിട്ടേ ഇല്ല, എന്നാൽ താഴ്ചയിലോട്ടും പോയിട്ടില്ല. ഒരു 80 രൂപ നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടുന്ന തരത്തിലുള്ള ഒരേ ഒരു ട്രെൻഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഈ സ്ഥിതി തുടരുമോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കണം. അത് കമൻറ്റിലൂടെ ആയിരിക്കും ഇന്ത്യൻ റിയൽ അറിയിക്കുക. അത് മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്, ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ നാളെ 9:45 വരെ 9:45 ഔദ്യോഗികമായി സ്വർണ്ണവില പ്രഖ്യാപിക്കുക. അതുവരെ തുടരുകയാണെങ്കിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ 80 രൂപ കൂടുകയോ ആയിരിക്കും ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് തുടരുമോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം ഒരു ചെറിയ മാറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റിയലിന് നാളെ എന്തായാലും കൂടും അല്ലെങ്കിൽ എന്തായാലും കുറയും എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു ചെറിയ മാറ്റം, പക്ഷേ അത് കൺസിസ്റ്റൻ്റായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്വർണ്ണവില ചാഞ്ചാടുന്ന സമയത്ത് ഈ 80 രൂപ വെച്ച് നമുക്ക് ഒരിക്കലും തുലനം ചെയ്യാൻ വയ്യ. എനിവേ ഇന്ന് തകർന്നിട്ടുമില്ല, ഉയർന്നു പൊങ്ങിയിട്ടുമില്ല. അതുമാത്രം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.